വനവിഭവം ശേഖരിക്കാനായി ഒരാഴ്ചയായി കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നുവെന്നും ഇതിനിടയിലാണ് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നും മരിച്ച സതീഷിന്റെ ഭാര്യ രമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാട്ടാനക്കൂട്ടം 4 പേരെയും ആക്രമിക്കുകയായിരുന്നു. ഒരാൾ പുഴയിൽ വീണുവെന്നും 2 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും രമ പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വാഴച്ചാൽ സ്വദേശിയായ രമ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എത്ര മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം? രാത്രി 7 മണിയായിട്ടുണ്ടാവും. തേനെടുക്കാൻ പോയിരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ആനകൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആന മൊത്തമായിരുന്നു. ഞങ്ങളുടെ ഇത് സൈഡുമൊക്കെ നിറച്ച ആനയായിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അക്കരയ്ക്ക് നീന്തി 2 പേരും മാത്രം അപകടത്തിൽ പെട്ടിട്ടുണ്ട്. സതീശനും ചേച്ചിയും കൂടി. നിങ്ങളെ ആക്രമിച്ചു? ഞങ്ങൾ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആന. എന്നിട്ട് വെള്ളത്തിൽ തട്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഷോളറിന് കുറച്ച് പ്രശ്നം വന്നു. നീന്തി കയറി അക്കരയ്ക്ക് രാത്രി. ഈ ബാക്കി 2 പേരും എങ്ങനെയാണ്? ആന തട്ടിയിട്ട് അവര് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ആളെ പിടിക്കാനും പറ്റിയില്ല. ആന വളഞ്ഞിങ്ങനെ ആളുടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഈ ഒരാളുടെ മൃതദേഹം പുഴയിൽ നിന്നാണ് കിട്ടിയത്? ഒരാൾ പുഴയിലായിരുന്നു വെള്ളത്തിൽ. അതിങ്ങനെ വീണതാണോ? ആന ഓടിപ്പിച്ചിട്ട് വീഴ്ത്തിയതാണ് ആളെ. മറ്റേ ആളുടെ പാറയിൽ നിന്ന്? പാറയില് ആള് രവിച്ചേട്ടൻ ഓടി. ആന പിന്നാലെ ഓടി അതിന്റെ മുണ്ടൊക്കെ വലിച്ച് കീറി കളഞ്ഞ് ആളെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് അക്കരയിൽ തന്നെ എത്തി. അപ്പൊ ഈ കുടിൽ കെട്ടിയാണോ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട്? ഞങ്ങൾ ഒരാഴ്ച ഉണ്ട്. താമസിക്കായിരുന്നു പാറമേ. ഇന്നലെ വന്നത് തന്നെ കണ്ടിട്ടില്ല. അടുത്ത വിളമ്പയാണ് ആനേനെ കാണുന്നത്. കൂട്ടം പാറ മൊത്തം ആനയായിരുന്നു നിറച്ച്. ഞങ്ങൾ അരി സാധനങ്ങളൊക്കെ കാട്ടിക്കളഞ്ഞു. അതിന് മുൻപത്തെ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഞങ്ങൾ നീന്തി അക്കരയ്ക്ക് കയറി. ആ വെള്ളത്തിൽ കൂടെ ഞാൻ ചാടി താഴത്തേക്ക് ഇറങ്ങിപ്പോയി. വെള്ളത്തിൻ്റെ അടിയിൽ കുറേ നേരം ഞാൻ വെള്ളത്തിൽ കിടക്കായിരുന്നു. ആന അതിൻ്റെ മുകളിലൊക്കെ കിടന്ന് നടക്കായിരുന്നു. എന്നെ ആന കണ്ടിട്ടില്ല. മറ്റേ 2 പേരും ആ സ്പോട്ടിൽ വെച്ച് അവിടെ വെച്ച് തട്ടി 2 പേര് അപകടമായി. പിന്നെ എങ്ങനെ പരാതി കൊടുക്കുന്നത്? ഞങ്ങൾ ഇവിടെ കടയുടെ അവിടെ വന്നിട്ട് അവിടെ പണിക്കാരുണ്ടായിരുന്നു. അവരുടെ അടുത്താണ് പറഞ്ഞിട്ടാണ് സാർമാരൊക്കെ വിളിച്ച് വരുത്തി. അതിരപ്പള്ളി കടയിലൊക്കെ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആളുടെ അടുത്ത് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടാണ് സാർമാർ വന്നത്. ഈ സ്ഥിരമായി കാട്ടാന ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണോ അവിടെ? എപ്പോഴും ആന ഉണ്ട് അവിടെ. രാത്രിയായാലും പകലായാലും ഉണ്ടാവും. കാട്ടാന ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രമ രക്ഷപ്പെട്ടത്. മറ്റ് 2 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണത്തിൽ വ്യക്തത വരിക.